കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ മറ്റൊരു പുതിയ കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് ഡ്രാഗണിന്റെ ഭൂതം. വളരെ പണ്ട് നടന്ന കാര്യമാണ്. വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ അലഞ്ഞു തിരിഞ്ഞ് ഒരു വനത്തിലെത്തുന്നു. അവൻ വനം മുഴുവൻ ചുറ്റി നടന്നെങ്കിലും ഒരൊറ്റ മൃഗത്തെ പോലും അവൻ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ശൂന്യമായ വനം കണ്ട് അത് ആലോചനയിലാണ്ടു. ഇവിടെ ആരും താമസിക്കുന്നില്ലായിരിക്കോ? ഏതായാലും നന്നായി. ഇനി ഇവിടുത്തെ എല്ലാ ഭക്ഷണവും വെള്ളവും എല്ലാം എന്റേതാകുമല്ലോ. ഇനി എനിക്ക് ഒന്നിന്റെയും ഒരു കുറവും ഉണ്ടാകില്ല. കുറുക്കൻ സന്തോഷത്തോടെ വനം മുഴുവൻ ചുറ്റിക്കറങ്ങി. വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ക്ഷീണം തോന്നിയപ്പോൾ അവൻ അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്ന ഉടനെ അതിന് വിശക്കാൻ തുടങ്ങുന്നു. അത് ഭക്ഷണം തേടി വനത്തിലൂടെ ചുറ്റിക്കറങ്ങുന്നു. എന്നാൽ അതിന് ഒരിടത്തും ഒന്നും തന്നെ കിട്ടിയില്ല. ഇതെങ്ങനെ സംഭവിക്കാനാണ്? ഇന്നലെ വരെ ഇവിടെ ഈ വനത്തിലെ ഏതാണ്ട് എല്ലാ മരങ്ങളിലും നിറയെ പഴങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പെട്ടെന്ന് ആ പഴങ്ങളെല്ലാം എവിടെ അപ്രത്യക്ഷമായി? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറുക്കൻ ഉദാസീനായി കുളത്തിനരികെ ചെന്ന് വെള്ളം കുടിച്ച് വയറു നിറയ്ക്കുന്നു. അതിനുശേഷം കുറുക്കൻ വനത്തിൽ കറങ്ങാൻ പോകുന്നു. പകൽ മുഴുവൻ വനത്തിൽ അങ്ങുമിങ്ങും അലഞ്ഞ ശേഷം പകലിന്റെ അവസാനത്തിൽ കുറുക്കൻ ഒരു മരച്ചുവട്ടിൽ ഏതാനും പഴങ്ങൾ വീണ് കിടക്കുന്നത് കാണാനിടയായി. ഒന്നുമില്ലല്ലോ, എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ലല്ലോ. അതിനുശേഷം കുറുക്കൻ വേഗം വയറു നിറയെ പഴങ്ങൾ കഴിച്ചിട്ട് തന്റെ ആ മരച്ചുവട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്ന അവൻ ഏറ്റവും ആദ്യം കുളത്തിനരികിലേക്ക് പോകുവാൻ നിശ്ചയിക്കുന്നു. ഇന്ന് ഏറ്റവും ആദ്യം കുറച്ച് വെള്ളം കുടിക്കാം. കാരണം ഭക്ഷണം കഴിക്കാൻ കുറെ ദൂരം പോകേണ്ടി വരുമല്ലോ. ഓഹോ, ഇതെന്തൊരു വനമാണ്! ഇവിടെ ഭക്ഷണവും വെള്ളവും ഒക്കെ ധാരാളമായി കിട്ടും. പക്ഷെ അത് കിട്ടുവാനായിട്ട് അത്രയ്ക്ക് തന്നെ അധ്വാനവും ചെയ്യേണ്ടി വരുന്നുണ്ട്. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഇവിടെ മൃഗങ്ങളൊന്നും താമസിക്കാത്തത്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അല്പസമയത്തിനകം കുറുക്കൻ കുളത്തിനടുത്ത് എത്തുന്നു. എന്നാൽ ആ കുളത്തിലേക്ക് നോക്കിയ പാടെ കുറുക്കൻ തീർത്തും ആശ്ചര്യചകിതനാകുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ വരെ വെള്ളം എത്തിക്കിടക്കുകയായിരുന്നു ഈ കുളം. പെട്ടെന്ന് വറ്റിപ്പോയത് എങ്ങനെയാ? വനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിചിത്രമായ കാര്യങ്ങളിൽ അസ്വസ്ഥനായി കുറുക്കൻ തന്റെ വിശപ്പടക്കാനായി പഴങ്ങളുള്ള വൃക്ഷം തേടി പുറപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് ആ മരച്ചുവട്ടിലെത്തിയ കുറുക്കൻ അത്ഭുത സ്തബ്ധനായിപ്പോയി. എനിക്കിതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ വനത്തിലെ പഴങ്ങൾ മുഴുവൻ അപ്രത്യക്ഷമാകുന്നു, ചിലപ്പോൾ വെള്ളം എത്തിക്കിടക്കുന്ന കുളം ഒറ്റ രാത്രി കൊണ്ട് വറ്റി വരണ്ടു പോകുന്നു. ഇനി നാളെ ഈ വനം തന്നെ അപ്രത്യക്ഷമായാലോ? കുറുക്കൻ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തന്റെ പിന്നിലായി ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അതിന് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അത് കാര്യമാക്കാതെ കുറുക്കൻ തിരികെ തന്റെ മരത്തിന്റെ ചുവട്ടിൽ പോയി ഇരിക്കുന്നു. അതോടെ കുറുക്കൻ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ പ്രഭാതം കഴിഞ്ഞ് രാത്രിയാകുന്നു. രാത്രി ഉറക്കമുണർന്ന കുറുക്കൻ ചുറ്റുപാടും ഇരുട്ട് കണ്ട് വല്ലാതെ പരിഭ്രമിക്കുന്നു. എന്റെ ഈശ്വര, ഞാൻ പകലുറങ്ങി അബദ്ധം കാണിച്ചല്ലോ. ഈ വനം പകൽ എത്ര മനോഹരമായി കാണുന്നു, രാത്രിയിൽ അത്ര തന്നെ ഭയാനകവുമാണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതൊരു വിചിത്രമായ ശബ്ദം കേൾക്കാനിടയായി. ശബ്ദം കേട്ട് കുറുക്കൻ ഞെട്ടിപ്പോകുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് ആ ശബ്ദത്തെ പിന്തുടരുന്നു. കുറെ ദൂരം നടന്നപ്പോൾ കുറുക്കൻ വളരെ വലിയ ഒരു നിഴൽ കാണാനിടയായി. അതിന്റെ വായിൽ നിന്ന് തീ തുപ്പുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ കുറുക്കന് വല്ലാത്ത ഭയമായി. അത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ നിഴൽ അതിന്റെ കാലടി ശബ്ദം കേൾക്കുന്നു. ആരാണവിടെ? മുന്നിലേക്ക് വരൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. നിഴലിന്റെ ഭീഷണി കേട്ട് കുറുക്കൻ പേടിയോടെ അതിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. കുറച്ചു ദൂരം നീങ്ങിയപ്പോൾ അവിടെ ഭീകരനായ ഒരു ഡ്രാഗൺ നിൽക്കുന്നത് കാണുന്നു. കുറുക്കനെ അവിടെ കണ്ടപ്പോൾ ഡ്രാഗൺ ഞെട്ടിപ്പോകുന്നു. നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? ഈ വനത്തിൽ മൃഗങ്ങൾ ഒന്നും താമസിക്കുന്നില്ലല്ലോ.
ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെയാ താമസിക്കുന്നത്. നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് നാളായി ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഇതറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി എന്റെ കൂടെ കഴിയാൻ ഇവിടെ ഒരാൾ കൂടിയുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത്? കാരണം സമീപത്തുള്ള വനങ്ങളിലെ മൃഗങ്ങളെല്ലാം കരുതുന്നത് ഞാനൊരു ഭൂതമാണെന്നാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ മൃഗം പോലും ഇവിടെ താമസിക്കാനായി വരാത്തത്. നിങ്ങൾക്ക് ജീവനുണ്ടല്ലോ, പിന്നെന്തിനാ മൃഗങ്ങൾ നിങ്ങളെ ഭൂതമായി കരുതുന്നത്? ഒരു രാത്രി ചില മൃഗങ്ങൾ വായിൽ നിന്ന് തീതുപ്പുന്ന എന്റെ നിഴലിനെ കാണാനിടയായി. അതോടെ അവർക്ക് തോന്നി ഇവിടെ ഏതോ ഭൂതമാണ് വസിക്കുന്നതെന്ന്. അങ്ങനെയാണ് മൃഗങ്ങളെല്ലാം ഇവിടേക്കുള്ള വരവ് എന്നേക്കുമായി നിർത്തിയത്. എന്താ എന്റെ ചങ്ങാതിയായി, നിനക്കിവിടെ കഴിയാൻ ഇഷ്ടമാണോ? ഡ്രാഗണിന്റെ കഥ കേട്ടപ്പോൾ കുറുക്കന് സംഭവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അവൾ ഡ്രാഗണിന്റെ ചങ്ങാത്തം സ്വീകരിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും നല്ല ചങ്ങാതിമാരായി ആ വനത്തിൽ സന്തോഷത്തോടെ താമസം തുടങ്ങുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നാം ഒരിക്കലും തിടുക്കത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്തെന്നാൽ തിടുക്കത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ദോഷകരമായി തീരുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.